കേരള തീരത്ത് മുങ്ങിയ കപ്പൽ കമ്പനിക്കെതിരെ കേസിനില്ലെന്ന് സംസ്ഥാന സർക്കാർ. നഷ്ടപരിഹാരം മതി എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. MSC കമ്പനിക്ക് വിഴിഞ്ഞവുമായി നല്ല ബന്ധമായതിനാലാണ് ഈ തീരുമാനം. മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഉണ്ടായത്. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിക്ക് വിഴിഞ്ഞവുമായുള്ള നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ നിലവിൽ വിഴിഞ്ഞത്ത് MSCയുടെ കപ്പൽ മാത്രമേ വരുന്നുള്ളൂ എന്നാണോ? അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ കപ്പലുകൾ ചരക്കുകളുമായി എത്തുന്നത്, കണ്ടെയ്നറുകളുമായി എത്തുന്നത് MSCയുടേതാണ്. സ്വാഭാവികമായും ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുത്താൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിമിനൽ കേസ് നടപടികളുമായി MSCക്കെതിരെ മുന്നോട്ട് പോകേണ്ടതില്ല തൽക്കാലം എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. ഇത് ഇന്നെടുത്ത തീരുമാനം അല്ല. യഥാർത്ഥത്തിൽ അപകടമുണ്ടായി 4ാമത്തെ ദിവസം 29-ാം തീയതി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിലെ തീരുമാനമാണ്. അതിന്റെ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ നോട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള പരാമർശമുള്ളത്. കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് മുൻഗണന നൽകുക, അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന തീരുമാനം എടുക്കുന്നു. ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല, ക്രിമിനൽ കേസുമായി തൽക്കാലം പോകേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ക്ലെയിം ലഭിക്കുന്നതിനാവശ്യമായ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന തീരുമാനവും ആ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അതിൽ കപ്പൽ കമ്പനിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ട്. വിഴിഞ്ഞത്ത് ഇടപാട് നടത്തുന്ന കമ്പനിയാണ് MSC എന്നും അവർക്ക് സംസ്ഥാന സർക്കാരുമായി തന്നെ നല്ല ബന്ധം ഉണ്ട് എന്ന നിലയ്ക്കുള്ള ചില പരാമർശങ്ങൾ ആ കുറിപ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്കും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതിനായി കപ്പൽ കമ്പനിയും സഹകരിക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതേസമയം നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് വേണ്ടതില്ല എന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 8 കാര്യങ്ങളാണ് ആ യോഗത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അതിനകത്ത് 20 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ അപകടം നടന്നതിന്റെ ചുറ്റളവിൽ തൽക്കാലം മത്സ്യബന്ധനം പാടില്ല എന്നതടക്കമുള്ള തീരുമാനങ്ങൾ ആ യോഗത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഏതായാലും വിഴിഞ്ഞത്തിന് തട്ടുകേട് കിട്ടുന്ന ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്കും സംസ്ഥാന സർക്കാർ ഇല്ല എന്നതിന്റെ സൂചന കൂടിയായി വേണം ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ പിന്നിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അജിബ്.